ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് എൻ്റെ മോളെ ഞാൻ ചെറിയൊരു റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പോയാൽ ഞാൻ തന്നെ എടുക്കുവാണ്. അപ്പം അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസിലാണ്. അവൾ ഒട്ടും സമ്മതിക്കുന്നില്ല, ചുമ്മാ കിടന്ന് എഴുതിയൊക്കെ ചെയ്യുക. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഞാൻ അവളെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക അതൊന്നും ശരിയാക്കാൻ. അവളൊന്നിനും സമ്മതിക്കുന്നില്ല. ഇപ്പൊ ഒരു കാര്യം കളിച്ചേട്ടെ ഞാൻ നിനക്ക്. ആ കോഴീനെ എടുത്തു കൊടുത്തേ. ആ കോഴി കുറച്ച് സംഭവ വികാസങ്ങളിവിടെ ചെയ്ത് തീർക്കാറുണ്ട്. നമ്മളിവിടെ നേരം ജോലി ഇരുന്നില്ലെങ്കിൽ അതൊരു സാധനം. ഇതിൻ്റെ ഇടയ്ക്ക് ഇവൾ കുരുത്തക്കേടും അത് മാത്രമല്ല ഇവൾ ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ട്. പിന്നെ ഉറങ്ങാനുള്ള സമയം കേട്ടോ, 9:30 ആ സമയത്ത്. അപ്പം ആ സമയത്ത് ഉറങ്ങാനുള്ളൊരു നിർബന്ധം. പിന്നെ അതുകൊണ്ടായിട്ട് അച്ഛൻ കിടന്നിട്ട് എന്തുവാ നീ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക. അപ്പം അനുവേട്ടൻ എൻ്റെ ഹസ്ബൻഡ് പുറത്തിരുന്ന് കോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എല്ലാം കൂടി നല്ല രസമായിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കുന്ന ഫോട്ടോയുടെ ഷൂട്ടിങ് ചെയ്ത സമയത്ത് എനിക്ക് ആദ്യം കാരണം അതായിരുന്നു നല്ല. ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂറെങ്കിലും എടുത്താണ് ഇവിടെ ഒന്ന് കറക്റ്റായിട്ട് ഇരുന്നൊന്ന് ഫോട്ടോ എടുപ്പിക്കാനൊക്കെ. അച്ഛാ ആ പ്രാവ് കഴിഞ്ഞെടുത്താ, ആ പ്രാവ് അവിടെ ഇരിക്കുന്ന പ്രാവ് ഇവളെ ഇത് കണ്ട. ഇവളെ കൊണ്ട് ഞാൻ എന്താ ചെയ്യാ? പക്ഷെ ഈ പ്രാവായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. ഇവിടെ ഞാൻ എങ്ങനെയൊന്നും എവിടെ അത് കൊള്ളത്തില്ല. അവിടെ ഒരു ഐറ്റം അന്ന് എടുത്തിട്ട് ലൈറ്റ് എവിടെ കിട്ടി? ഞാൻ മേടിച്ചു. അയ്യ ഞാൻ മേടിച്ചത് അതാണ്ട് 4 എണ്ണത്തിന്. എന്ത് ചെയ്യാൻ പറഞ്ഞ കൊറേ 4 എണ്ണം ഉണ്ടല്ലോ. ഇവക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുമാ കയ്യില്. അച്ഛനെന്ന് വെച്ചാൽ ഇവളെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ഇവക്ക് കരച്ചിലും കിഴിച്ചിലൊക്കെ ആണെങ്കിൽ അച്ഛന് ഭയങ്കര സങ്കടം കേട്ടോ. അനുവേട്ടനാണെങ്കിൽ പുറത്തിരിക്കുക. അപ്പോൾ അനുവേട്ടൻ വന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഹെൽപ്പായിരുന്നു. പക്ഷെ ആൾ ഒരു ഇമ്പോർട്ടൻ്റ് കോളിങ്ങനെ ഇരിക്കും. കണ്ടില്ലേ, ഇഴഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന എൻ്റെ അനിയനാട്ടോ, കണ്ണൻ. എൻ്റെ ഇടയ്ക്ക് ക്രിസ്മസ് കരോളും അതൊക്കെ ഇങ്ങനെ വന്നായിരുന്നു കേട്ടോ. ചുമ്മാ പിള്ളേർ അതൊക്കെ. പിന്നെ ഇതാണ് ഞാൻ ഈശ്വൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് ആയതുകൊണ്ട് സ്റ്റാറൊക്കെ ഇങ്ങനെ തൂക്കി. ചെന്നൈയിലായിരുന്നെങ്കിൽ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഇതിൻ്റെ ഇടയ്ക്ക് വൈഷുവിനൊരു പല്ല് വന്നപ്പോൾ അമ്മ പല്ലപ്പം ഉണ്ടാക്കിയിട്ട് അമ്മ എന്ത് ചെയ്യുന്ന അറിയുമോ, ഈ പല്ലപ്പം, മോതിരം, അങ്ങനെ പേന, ബുക്ക്, അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ട് വൈഷുവിൻ്റെ അടുത്ത് ഇഷ്ടമുള്ള വന്നത് എടുക്കാൻ പറയും. ഇത് എടുത്തെന്ന് വെച്ചാൽ ഒരു കളി കണക്കായി. ഭാവിയിൽ അവരെന്തെങ്കിലും ഇതിങ്ങനെ പോലെ ആവുമോ എന്നൊക്കെ ചുമ്മാ അവളെ കൊണ്ട് എന്താണെന്നുള്ളത് ഒരു കളിപ്പിക്കല്ലോ. അതാണ് അവൾ ചെയ്യുന്നത്. കുട്ടിയേ ഇങ്ങനെ മോതിരം എടുത്ത് വെച്ചിരുന്നു. ഞാൻ മാല വെക്കാന്ന് വെച്ചാൽ ഓക്കെ മോതിരം വെച്ചു. ഇവള് മോതിരം അത് എടുത്തത് വായിലോട്ടങ്ങ് എടുത്തിട്ട്. അതായത് കുറച്ച് നേരത്തേക്ക് ക്യാമറ ഞാൻ അവിടെ എടുത്തിട്ടിട്ട് ഓടിയത്. പിന്നെ വായത് മോതിരം എടുക്കലായിരുന്നു പണി. എന്തായാലും മിഴുങ്ങിയില്ല, പെട്ടെന്ന് എടുത്ത്. അതുകൊണ്ട് പിന്നെ രണ്ടാമത് ഞങ്ങൾ ഇങ്ങനെ വെച്ച് മോതിരത്തിന് വരെ ഞങ്ങൾ മാല എടുത്ത് വെച്ച്. അപ്പോൾ അവൾ എടുത്തത്
രണ്ടാമത് വെച്ചപ്പോൾ ഉടനെ വെള്ളക്ക എടുത്തിരിക്കുന്നു. ഇങ്ങനെ വെള്ളക്ക ആണെങ്കിൽ കൃഷിക്കാരൻ, പേനയാണെങ്കിൽ പഠിപ്പിച്ചു, സ്വർണ്ണത്തിനോട് അങ്ങനെ ഓരോ ചുമ്മാ ഒരു കളി, അവളീ എഴഞ്ഞു വന്ന് എടുക്കുന്നതൊരു കളി, അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചതേ ഉള്ളൂ. ആക്ച്വലി എനിക്ക് ഈ സംഭവം പറയുമ്പോൾ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നു അവൾ അന്നേരം ചെന്നത്. പക്ഷേ അന്നേരം മോതിരെടുത്ത് വായിട്ടപ്പോൾ ഞങ്ങളെല്ലാം പേടിച്ചു പോയി. ദൈവമേ, എന്ത് കണ്ടെങ്കിലും അവളെടുത്തങ്ങ് വായിലങ്ങ് ഇടും. ചെറിയ സംഭവമല്ലേ, എന്തായാലും മിഴുങ്ങാതെ കാര്യം. ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചപ്പോൾ ആൾ പേടിച്ചും പോയി, ഞാൻ കരയും ചെയ്തു. അതാ രണ്ടാമതൊന്നും കൂടെ ചെയ്യിപ്പിച്ചത് എനിക്ക്. പക്ഷേ ഇതൊക്കെ ഒരു രസമല്ലേ ഇതൊക്കെ കാണാം. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കുട്ടികളുടെ അടുത്ത്. ഞാനതുകൊണ്ട് എപ്പോഴും അവൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ നോക്കി നടക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനും അനുവേട്ടനൊക്കെ ശ്രമിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ഫുൾ അവൾ കുളമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. അങ്ങോട്ട് ഇരുത്തുമ്പോൾ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് ഇരുത്തുമ്പോൾ ഇരിക്കുക. അനുവേട്ടൻ അങ്ങോട്ട് ചെയ്യുന്നു, ഇങ്ങോട്ട് ചെയ്യുന്നു, ഒന്നും പറയേണ്ട. അതിൻ്റെ ഇടയ്ക്ക് കരച്ചിൽ, അവൾക്ക് ഉറങ്ങാൻ സമയമായി. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത്, ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചുമ്മാ ഓരോ ഫോട്ടോസ് ഇങ്ങനെ ഇട്ടേ. ഇതിനകത്തുള്ള പല സാധനങ്ങളും, ഡ്രസ്സ് ഞാൻ മീഷോയിൽ നിന്നല്ല മേടിച്ചത്, പക്ഷേ ആ ലൈറ്റ് സെറ്റിങ്, അവൾ പിടിച്ചിരിക്കുന്ന ടവലൊക്കെ പല സാധനങ്ങളും ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചത്. ഞാൻ എൻ്റെ ലിങ്ക് അയക്കാം, ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിടാം മീഷോ എന്തൊക്കെ മേടിച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഇതൊക്കെ ഇടുന്ന എഡിറ്റ് ചെയ്ത ഫോട്ടോസ് ഞാനിപ്പോൾ ഇടുന്നതായിരിക്കും. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ ഈ വൈശക്കുട്ടീനെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അടുത്തൊരു വ്ളോഗോ ഷോർട്ട്സ് ആയിട്ടൊക്കെ ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. ബൈ.